ലോകത്ത് യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണല്ലോ. ഫലസ്തീനിൽ കുട്ടികൾ ബോംബിങ്ങിൻ്റെ ശബ്ദത്തിൽ പടച്ച് വീഴുന്നതും തല കുടുങ്ങി ഈ ബിൽഡിങ്ങിൻ്റെ സ്ലാബിൻ്റെ അടിയിൽ തല കുടുങ്ങിയിട്ട് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ പടയുന്നതും, അതുപോലെ തന്നെ ഈ ഉമ്മമാരെയും ഉപ്പമാരെയും കെട്ടിപ്പിടിക്കുന്നതും എന്നിട്ട് അവർ കൂട്ടത്തോടെ മരിക്കുന്നതും, ഇങ്ങനെ എത്ര കാഴ്ചകൾ, കണ്ണീരലിയിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടിട്ട് ഒരു വിഭാഗം ആളുകൾ ഇതിലൊക്കെ സന്തോഷിക്കുന്നെങ്കിൽ നമ്മുടെ സ്വന്തം മക്കൾ ആ സ്ഥാനത്ത് നമ്മളെ മക്കളായെങ്കിൽ, നമ്മളെ ഉമ്മയാണെങ്കിൽ, നമ്മളെ പെങ്ങളാണെങ്കിൽ എന്നൊരു ചിന്ത നമുക്കുണ്ടായാൽ ആരാവട്ടെ, ജൂതനാവട്ടെ, ക്രിസ്ത്യനാവട്ടെ, മുസ്ലിം ആവട്ടെ, ആരാവട്ടെ, ഈ മരണം കാണുന്നതിൽ നമ്മൾ സന്തോഷിക്കും. എവിടെ എത്തി മനുഷ്യൻ്റെ നമ്മളൊക്കെ അവസ്ഥ എന്താണ്? ഞാനിപ്പോൾ ഈ രൂപത്തിൽ തന്നെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അവർ കേൾക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ എല്ലാവരും ഇത് അംഗീകരിച്ചോളണമെന്നില്ല. കാരണം എന്താണ്, ജീവൻ എല്ലാവർക്കും സമമാണ്. പിന്നെ ചില കാര്യങ്ങൾക്ക് സ്വന്തം നാടിനെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ യുദ്ധത്തിലേക്ക് അവർ നിർബന്ധിതരാകുമെങ്കിലും പ്രവാചകൻ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ അവിടെയുള്ള സ്ത്രീകളെയോ കുട്ടികളെയോ ഒന്നും ആക്രമിക്കാൻ പാടില്ല എന്ന്. എന്നാൽ ഈ വ്യവസ്ഥ ഇവിടെ ഉൾക്കൊള്ളുന്നവർ എത്ര ആളുകളുണ്ട്? അത് ഉൾക്കൊള്ളുന്നവർ അതിനനുസരിച്ചാണ് പെരുമാറുക. എന്നാൽ ഈ ജൂതരാഷ്ട്രങ്ങൾക്ക് എന്ത് മതം? യുക്തിവാദികൾക്ക് മതമില്ലാത്തതുപോലെ ജൂതന്മാർക്ക് അവരല്ലാത്തവരൊക്കെ കൊന്നൊടുക്കണമെന്നാണെങ്കിൽ, ഇവിടെ യുക്തിവാദികൾ മുസ്ലിമീങ്ങൾ അല്ലാത്തവരൊക്കെ കൊല്ലണം എന്ന് ആഹ്വാനം ചെയ്യുന്നുണ്ട് ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് ലിയാഖത്തിനെ പോലെയുള്ള യുക്തിവാദികൾ വാദിക്കുമ്പോൾ അത് ശരിയായിക്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കാരം കൂട്ടിയിട്ട് ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയേണ്ടത്, ഖുർആനെ പറ്റി പറയേണ്ടത് ഖുർആൻ പഠിച്ച ഇസ്ലാമിൻ്റെ ആളുകളാണ്. യുദ്ധവേളകളിലേക്ക് മാത്രം ഇറങ്ങിയ ആയത്തുകൾ, ആ യുദ്ധവേളയിൽ തന്നെ യുദ്ധം ചെയ്യുമ്പം അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലേണ്ടി വന്നാൽ തന്നെ എവിടെ വെച്ചും അവരെ കണ്ടാൽ കൊന്നോളൂ എന്ന് പറഞ്ഞതിൽ നിന്ന് ഈ സ്ത്രീകളെയും കുട്ടികളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ആ സമയത്തേക്ക് മാത്രമല്ല, അതിൻ്റെ ശേഷം വിധി ദുർബലമായതാണ്. ഇത് ദുർബലമായതല്ല എന്ന് തെളിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇവിടെ രംഗത്ത് വരുന്നില്ല. കാരണം എന്താണ്, അവർക്ക് തെളിയിക്കാൻ മാനദണ്ഡമായിട്ടൊരു ഗ്രന്ഥമല്ല. ഖുർആൻ പഠിക്കണമെങ്കിൽ ഖുർആൻ നിയമമുണ്ട്. നഹ്വ്, ഫിഖ്, തഫ്സീർ എന്നതുപോലെ തന്നെ ബലാഗ, ഇങ്ങനെ പല സാഹിത്യങ്ങളും പഠിക്കണം. ഇതൊന്നും ഇവർ പഠിക്കൂല. മലയാള പരിഭാഷ വായിച്ചിട്ട് എന്ത് തിരിയാനാണ്? ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഐന് എന്ന് പറഞ്ഞാൽ കണ്ണിനും ഐന് എന്ന് പറയും, എന്നതുപോലെ സമുദ്രത്തിനും ഐന് എന്ന് പറയും. ഇതിലേതാ വിശ്വസിക്കുക? അപ്പം ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കണം.